പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. അത് മോളോടൊന്ന് പറയാമെന്ന് കരുതിയ. അതിനിപ്പോ നേരിൽ കാണണമെന്നൊന്നും ഇല്ലല്ലോ, ഫോണിലൂടെ കാര്യം പറഞ്ഞാ പോരെ. അതൊട്ടും ശരിയാവത്തില്ല. അത് നേരിട്ട് തന്നെ കണ്ടു പറയണം. ചേച്ചിയുടെ ഐഡിയ സിദ്ധുനോട് പറഞ്ഞായിരുന്നോ? അയ്യോ ഇല്ല, ആദ്യം ദേവികമ്മോടെ അഭിപ്രായം അറിയട്ടെ, എന്നിട്ട് ഞാൻ സിദ്ധുവിനോട് പറയാം. പിന്നെ ഞാനിപ്പം ദേവികയോട് പറഞ്ഞതൊന്നും തൽക്കാലം സിദ്ധു അറിയണ്ട. അറിഞ്ഞാലേ അവൻ എന്റെ തല പറിക്കും. ഓ, അപ്പൊ പ്രശ്നമുള്ള എന്തോ കാര്യമാണെന്ന് സാരം. അയ്യോ അല്ല, സത്യമായിട്ടുമല്ല. ദേവികയ്ക്ക് ദോഷം വരുന്ന കാര്യമേ അല്ല. അങ്ങനെ വല്ലതും പറഞ്ഞാലേ എന്റെ അനിയൻ ഇവിടെ എന്നെ ഇട്ടേക്കുവോ? പിന്നെ അത് മാത്രമല്ലല്ലോ, എന്റെ കെട്ടിയോനും അച്ഛനും എല്ലാം ദേവികയുടെ പക്ഷമല്ലേ. ഞാൻ എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കട്ടെ പ്രേമേച്ചി, എന്നിട്ട് വിളിക്കാം. മതി മതി മതി, അത് മതി. എന്റെ മോളെ സിദ്ധു അറിയില്ലേ? ഇല്ല. ആരാമളെ വിളിച്ചത്? സിദ്ധുവിന്റെ ചേച്ചി അച്ഛാ, അവർക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. കാര്യം എന്നാന്ന് പറഞ്ഞു? ഇല്ലച്ചാ, പതിവ് കാര്യം തന്നെ ആയിരിക്കും. അല്ലാതെ വേറെ എന്താ പ്രേമിച്ചിക്ക് എന്നോട് പറയാനുള്ളത്? ഒന്നും സിദ്ധു അറിയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പോണോ മോളെ, ഇതിലെന്തെങ്കിലും ചതി ഉണ്ടാവും? പ്രേമേച്ചി ഇങ്ങനെ വെറുതെ വായി തോന്നിയ സംസാരിക്കുന്നേ ഉള്ളൂ അച്ഛാ. അത് സ്വന്തം അനിയനോടുള്ള ഇഷ്ടം കൊണ്ടാ. എന്നെപ്പോലൊരു ജാതകദോഷക്കാരി ചെന്ന് കയറി ഇനി സിദ്ധുവിന് വല്ല ആപത്തും പറ്റിയാലോ എന്നുള്ള പേടി ആ പാവത്തിന്. എന്തായാലും പ്രേമേച്ചി വിളിച്ചതല്ലേ, ഒന്ന് പോയി നോക്കാം. പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിയുവാണെങ്കിൽ അത് നല്ലതല്ലച്ചാ. ഞാൻ നിത്യക്കുട്ടിയുടെ അടുത്ത് ചെല്ലട്ടെ. പൊന്നുമണി, പൊന്നുമണി, അമ്മായി രാത്രി എന്നോ പകലൊന്നും ഇല്ലാതെ ഈ കുന്തം ചെവി വെച്ചോണ്ട് അങ്ങ് ഇരുന്നാ മതിയല്ലോ. എന്താ അമ്മ ഈ കാണിച്ചത്? എത്ര രൂപ വിലയുള്ള സാധനമാണെന്ന് അറിയോ ഇത്? നീ അധ്വാനിച്ചുണ്ടാക്കിയൊന്നും അല്ലല്ലോ, എന്റെ പിള്ളേര് തന്നല്ലേ. ഓ, ഒരു പിള്ളേര് ആരെയൊക്കെ പറ്റിച്ചുണ്ടാക്കിയ കാശാണെന്ന് ആർക്കറിയാം. കഥകൾ ഇങ്ങനെ ഓരോ ദിവസം പുറത്തോട്ട് വന്നോണ്ടിരിക്കല്ലേ. നീ എന്ത് പറഞ്ഞില്ലേ അസ്ത്രേ? അന്ത്യോളം പറഞ്ഞാലും അൻപ് കെട്ട വാക്ക് പറയരുതെന്നാ. അല്ല, നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. അമ്മ പോലും ഇല്ലാത്ത നിന്നെ പോറ്റി വളർത്തിയ ശങ്കരേട്ടനെ മറന്ന് ഈ വീട് വിട്ട് പോയവളല്ലേ നീ. ആ നിന്റെ ഭാഗത്തുനിന്ന് നന്ദിയും കൂറും ഒക്കെ പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റാ. ആര് പറഞ്ഞു പ്രതീക്ഷിക്കാൻ? ഞാൻ പറഞ്ഞോ? ഇപ്പൊ എനിക്ക് തോന്നുവാടി, എന്റെ മോൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ അന്വേഷിച്ച് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്നത്. നിങ്ങൾക്കത് തോന്നും. കാരണം ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിലേ മോനും മരുമോളും വന്ന് ചോദിച്ചപ്പോ ഈ വീടിന്റെ ആധാരം അങ്ങ് എടുത്ത് കൊടുക്കായിരുന്നല്ലോ അല്ലേ? നീ എന്തൊക്കെയാ കൊച്ചേ ഈ പറയുന്നേ? നിരഞ്ജന് ക്ലിനിക്ക് തുടങ്ങാനായിട്ട് ആധാരം കൊടുക്കാന്ന് ആദ്യമേ പറഞ്ഞത് നീ തന്നെയല്ലേ? അത് അന്നേരത്തെ എന്റെ ഒരു ബുദ്ധിമോശം. പിന്നെ ക്ലിനിക്ക് തുടങ്ങിയ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടുമല്ലോ എന്നും കരുതി. പക്ഷെ അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലായത് പിന്നല്ലേ. ഊരും പേരും അറിയാത്തൊരു കള്ളന് എന്നെ പിടിച്ചു കൊടുക്കാൻ അവര് വന്നേക്കുന്നു. അതോടെ എന്റെ ശല്യം ഒഴിവാവുകയും ചെയ്യും. നാട് വിട്ടുപോയി എന്നെ തിരിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു വിട്ട നല്ല വ്യക്തി എന്ന പേര് അമ്മായിയുടെ മോന് കിട്ടുകയും ചെയ്യും. കൂടെ ബോണസായി ഈ വീടും പറമ്പും. അതൊക്കെ അല്ലായിരുന്നോ പ്ലാൻ? എന്റെ കൊച്ചെ, ദൈവദോഷം പറയരുത്. എന്റെ പിള്ളേര് മനസ്സാവാച അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാനും അരിയാഹാരം തന്നെ അമ്മായി കഴിക്കുന്നെ. അതുകൊണ്ട് എനിക്കും എല്ലാം മനസ്സിലാവും. തിരിച്ചറിവില്ലാത്ത പ്രായത്തില് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് കരുതി ഞാൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുവല്ല. അതൊന്ന് ഓർത്തോ. ഞാനീ വിളിച്ചതും പറഞ്ഞതൊന്നും സിദ്ധു അറിയില്ലേ മോളെ?
അല്ല, ഞാൻ പറയില്ലെന്ന് പറഞ്ഞാലും ദേവിക സിദ്ധുവിനോട് പറയുമെന്ന് എനിക്കറിയാം. ഇല്ല പ്രേമേച്ചി, ഞാൻ പറയത്തില്ല. കാര്യം പ്രേമേച്ചി എന്നെ ശത്രുവായിട്ടാ കാണുന്നെങ്കിലും എന്നോടൊരു കാര്യം പറയരുതെന്ന് പറയുമ്പോ ഞാനതനുസരിക്കും. അല്ലേലും എനിക്കറിയാം വാക്കിന് വിലയുള്ളവളാ ദേവികയെന്ന്. ചേച്ചി വിളിച്ച കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞ് അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം. നാളെ വൈകിട്ടേ നമ്മുടെ മുരുകൻ കോവിലിനടുത്ത് വന്നാ മതി. ഭഗവാനെ കണ്ടൊന്ന് തൊഴുതു പ്രാർത്ഥിച്ചിട്ടേ നമുക്ക് സംസാരിക്കാം. ആയിക്കോട്ടെ, ഞാൻ എത്തിക്കോളാം. ചന്ദ്രമോളെ ദേവികയില്ലേ, അവള് വരാന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് സമ്മതിച്ചു? സമ്മതിച്ചെന്നേ. നാളെ വൈകിട്ടേ മുരുകൻ കോവിൽ വെച്ച് കാണാനാ പറഞ്ഞിരിക്കുന്നത്. മതി, അത് മതി. ചേച്ചിമേ, സിദ്ധോട്ടനെ അറിയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അനുസരിക്കുന്ന അവൾ ഉറപ്പും തന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നവളാ ദേവിക. ഓ, അപ്പോ ചേച്ചിയമ്മയ്ക്കും അവരോട് ഉള്ളിലൊരു ഇഷ്ടമൊക്കെ ഉണ്ട് അല്ലേ? അയ്യോ മോളെ, അയ്യോ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞല്ല കേട്ടോ. ശരി, സമ്മതിച്ചു. ശ്ശോ, മോളെ. ശ്ശേ. പറ മോളെ. അച്ഛാ, നാളെ വൈകിട്ട് മുരുകൻ കോവിലിനടുത്ത് ദേവിക വരും. ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ ഫോൺ വച്ചേക്കേ. ഓക്കെ.